Welcome to Semester 1 Electronics Complementary for BSc Main Physics students. Semester 1 Electronics Complementary, and today we see the topic Series Voltage Divider Circuit. Series Voltage Divider Circuit, and this is S1E5 Semester 1 Electronics Complementary for BSc Physics Main. So initially we see what is a series voltage divider circuit or simply voltage divider circuit. അപ്പോൾ ഈ പടത്തിൽ നമ്മളൊരു ബാറ്ററി കൊടുത്തിട്ടുണ്ട് 100 വോൾട്ട്, രണ്ട് റെസിസ്റ്റൻസ് R1 R2 കാണിച്ചിരിക്കുകയാണ്. R1 100 ഓം, R2 50 ഓം അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഓരോ പോയിന്റിലും എയിലെ വോൾട്ടേജ് എന്താണ്, അതുപോലെ തന്നെ ബിയിലെ വോൾട്ടേജ് എന്താണ്, സിയിലെ വോൾട്ടേജ് എന്താണ്, അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫറൻസ് ദ പി ഡി പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പറയുകയാണ്. ഓരോ സ്ഥലത്തും ഉള്ള വോൾട്ടേജ് സൂചിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഷാസി ഗ്രൗണ്ട് താഴെ എടുക്കും. ആ ഗ്രൗണ്ടിന് താഴെ ആ ഗ്രൗണ്ട് 0 വോൾട്ടിന് എടുത്തു കഴിഞ്ഞാൽ മറ്റ് പോയിന്റിലെ വോൾട്ടേജാണ് പറയുന്നത്. സർക്യൂട്ട് നോക്കുക. യു സി സർക്യൂട്ട് ദർ ആർ 100 വോൾട്ട് ബാറ്ററി ആൻഡ് 2 resistors, and from each point, from A, from B, from C, we can find the potential at those points. So what is voltage divider circuit? Consider a circuit shown in the figure. It is a series voltage divider circuit. ആ ചിത്രത്തിൽ കാണുന്നത് ഒരു സീരീസ് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടാണ്. കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി resistors is given the current flowing through the resistors is given. അവിടെ കറണ്ട് കാണിച്ചിട്ടുണ്ട്. The voltage drop is proportional to resistance. The current flowing through them is proportional to the voltage drop. Or if current is constant, the voltage drop is proportional to the resistance. V is equal to Ri. Such voltage divider circuits are used when it is necessary to obtain different values of the voltage. വ്യത്യസ്തമായ വോൾട്ടേജ് കാണേണ്ട സ്ഥലത്ത് നമ്മൾ ഇത്തരം സർക്യൂട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സീരീസ് സർക്യൂട്ടാണ് ബാറ്ററിയിലേക്ക് കൊടുത്തിരിക്കുന്നത്. ആ സെയിം കറണ്ടാണ് എല്ലാ റെസിസ്റ്റൻസിനും ഫ്ലോ ചെയ്യുന്നത്. ഐ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഓരോന്നിലുള്ള വോൾട്ടേജ് നമുക്ക് V is equal to Ri എന്നുള്ള ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ 100 വോൾട്ട് ബാറ്ററി, 2 റെസിസ്റ്റൻസ്, ഇവ 2 സീരീസ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ എല്ലാത്തിനകത്ത് ഒരേ കറണ്ടാണ്. അപ്പോൾ V is equal to Ri പറയുമ്പോൾ ഐ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് V പ്രപ്പോർഷണൽ R ആയിരിക്കും. അപ്പോൾ ഓരോ റെസിസ്റ്ററിലും ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് നമുക്ക് ഇനി കണ്ടുപിടിക്കാം. Voltage from a single energy source we can find. In the above diagram, current through resistors, അത് ഓംസിൽ അപ്ലൈ ചെയ്യണം. ഈ മുകളിലത്തെ പടത്തിൽ കോൺസ്റ്റൻറ്റ് കറണ്ട്, റെസിസ്റ്റേഴ്സിലെ കോൺസ്റ്റൻറ്റ് കറണ്ട് V/R. R എന്ന് പറയുന്നത് ടോട്ടൽ റെസിസ്റ്റൻസ്. R is the total resistance which is R1 plus R2. Therefore, I is equal to 100 by R1 plus R2, 100 by here the resistance is R1 plus R2. What is it? In the figure, R1 is 100 ohm, R2 is 50 ohm. From R1 is 50 ohm. And R1 is 150 ohm. നോക്കട്ടെ ഇവിടെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം നമുക്ക്. R1 is 150 and R2 is 50. Therefore, total is 200 ohm. Therefore, 100 by 200, that is 1 by 2 ampere. PD across R1, VA. That is PD at R1 VA is battery voltage. 100 volt. Then PD across R1. V1 is I into R1. I into 150 is 75 volt. At B, the potential at BB, that is BB is equal to VB is equal to VA minus V1. That is 100 minus 25 volt. That is the potential to B. Then drop across R2. R2 will drop down. B2, that is IR2, half into 150, 25.
25. Therefore, VC is 25 minus 25, that is 0. At the ground level, the potential is 0. അടുത്തൊരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ നമ്മൾ ഈ വോൾട്ടേജ് ഡിവൈഡർ അപ്ലൈ ചെയ്യുക. ട്രാൻസിസ്റ്റർ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്. ഒരു ട്രാൻസിസ്റ്റർ എൻ പി എൻ വലിച്ചിരിക്കുകയാണ്. ആ എൻ പി എൻ ട്രാൻസിസ്റ്റർ is shown in the figure. R1 and R2 are two resistors and their values are given 6K and 3K. Emitter resistance is RA, collector resistance is RC. Supply voltage VCC equal to 9 volt. And we can find the current in the circuit. Current is I usually VCC by R plus R2. സപ്ലൈ വോൾട്ടേജ് ഇത് 9 വോൾട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ബ്രാഞ്ചുണ്ട്. 2 ബ്രാഞ്ചിലും കോമൺ പൊട്ടൻഷ്യലായിരിക്കും. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന R1 plus R2ലും അതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്ന RC plus REയിലും ഒരേ പി ഡി ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ പി ഡി വി സി സി നമുക്കിവിടെ 9 വോൾട്ടാണ്. അപ്പോൾ സർക്യൂട്ട് കറണ്ട് കാണുകയാണെങ്കിൽ വി സി സി ബൈ R1 plus R2 ഇക്വേഷൻ വെച്ചിട്ട് 9/4 ദാറ്റ് ഈസ് 1 ആംപിയർ എന്ന് വരും സർക്യൂട്ടിലെ ആ മെയിൻ കറണ്ട് മുകളിൽ. ഇൻ ദി സർക്യൂട്ട് ഇത് കളക്ടർ വോൾട്ടേജ് ഈസ് VC and base voltage VB. Collector voltage VC and base voltage VB is 3 volt. ബേസിൽ വരുന്ന വോൾട്ടേജ് 3 ആണ്. അപ്പോൾ 1 ആംപിയർ കണ്ടാകുമ്പോൾ ബേസ് വോൾട്ടേജ് VBE അല്ലെങ്കിൽ VB എന്ന് പറയുന്നത് 3 × 1 3 വോൾട്ട് എന്ന് കിട്ടും. ഡ്രോപ്പ് അക്രോസ് 6Kയിലെ ഡ്രോപ്പ് എന്താണ്? ദാറ്റ് ഇസ് VR1, ദാറ്റ് ഇസ് 6 × 1 6 വോൾട്ട്. കറണ്ട് I is 9/9 1 ആംപിയർ. അത് R2ലെ വോൾട്ടേജ് R2ലെ ഡ്രോപ്പ് 1 × 3. ഇവിടെ ഈ കറണ്ട് കണക്ക് കൂട്ടുന്നത് എങ്ങനെ അറിയാമോ? ഞാനിവിടെ ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ട്. I is VCC by R plus R2. അതായത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബേസിലേക്കുള്ള കറണ്ട് വളരെ നെഗ്ലിജിബിളാണ്. ആ മെയിൻ കറണ്ട് വന്നു കഴിഞ്ഞാൽ എയിൽ നിന്ന് 6Kയിലൂടെ കറണ്ട് വന്നു കഴിഞ്ഞാൽ ആ ബേസിലേക്ക് പോകുന്ന കറണ്ട് നെഗ്ലിജിബിളാണ്. അപ്പോൾ മിക്കവാറും എല്ലാ കറണ്ടും തന്നെ R1 വന്നിട്ട് R2യിലൂടെ പോകും. അപ്പോൾ R1 R2 സീരീസ് ആയിട്ട് തന്നെ വിചാരിക്കാം. ആ ഇടയ്ക്ക് ബേസ് ഉണ്ടെങ്കിലും R1 R2 സീരീസ് ആയിട്ട് തന്നെ വിചാരിക്കണം. അപ്പോൾ നമുക്ക് കറണ്ട് കാണാൻ ഓംസ് ലോ V/R. R എന്താണ്? R1 plus R2. ചിലപ്പോൾ സപ്ലൈ വോൾട്ടേജ് എന്താണ്? VCC 9 വോൾട്ട്. അപ്പോൾ IS ഈക്വൽ ടു V/R അപ്ലൈ ചെയ്യുമ്പോൾ VCC by R1 plus R2 എന്ന് വരും. അത് 9/9 1 ആംപിയർ. അത് വെച്ച് നമുക്ക് ഓരോ പൊട്ടൻഷ്യൽ കണക്ക് കൂട്ടാം. അങ്ങനെയാണ് ഇവിടെ കണക്ക് കൂട്ടിയിരിക്കുന്നത്. The current is 1 ampere. The potential can be calculated and we have determined VB is 3 volt and R1 is potential drop across R1 is 6 volt. Current is 1 ampere. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. Explain a voltage divider circuit, series circuit. Number 2, draw a transistor voltage divider circuit to obtain VCC 9 volt and VB 3 volt. ആ മുകളിൽ കാണുന്ന ക്വസ്റ്റിൻ്റെ ഉത്തരമാണ്. ഈ ക്വസ്റ്റിൻ്റെ ഉത്തരമാണ് മുകളിൽ കാണുന്ന ട്രാൻസിസ്റ്റർ സർക്യൂട്ട്. അടുത്ത ഒരു സീരീസ് ഡിവൈഡറിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യനാണ്. വോൾട്ടേജ് ഡിവൈഡറിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യനാണ് ഇനി പറയുന്നത്. പ്രോബ്ലം: ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി ഡിഫറെൻറ്റ് വോൾട്ടേജസ് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം എ 12 വോൾട്ട് ബാറ്ററി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി വോൾട്ടേജ് ഡിവൈഡ് സർക്യൂട്ട്. ഒരു വോൾട്ടേജ് ഡിവൈഡ് സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് 12 വോൾട്ട് ബാറ്ററി കിട്ടാവുന്ന ഡിഫറൻറ്റ് വോൾട്ടേജ് എന്തൊക്കെയാണ്? ഇവിടെ 12 വോൾട്ട് ബാറ്ററി ഉണ്ട്. ആ മുകളിൽ കിടക്കുന്ന വാല്യാണ് ഉദ്ദേശിക്കുന്നത്. പ്രോബ്ലം 2 ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ ബാറ്ററി 12 വോൾട്ട് എടുക്കുക. റെസിസ്റ്റൻസ് 4, 3 പിന്നെ 1 എടുക്കുക. ബാക്കി മറ്റ് വാല്യൂ കൊടുത്തിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ VA ടോപ്പ് പോയിൻറ്റിലെ വോൾട്ടേജ് 12 വോൾട്ടാണ്. ടോട്ടൽ റെസിസ്റ്റൻസ് R is R1 plus R2 plus R3 കൂട്ടിയെടുത്താൽ മതി. ദാറ്റ് ഈസ് 4 + 3 + 1 8 ohm. കറണ്ട് I is equal to V/R, that is 12/8 3/2 ampere. Then
വി വി ബി രണ്ടാമത്തെ പോയിന്റിലെ വോൾട്ടേജ്, രണ്ടാമത്തെ പോയിന്റിൽ എന്താണെന്ന് നോക്കി, വി ബി 12 - 6 വോൾട്ടാണ്. അതായത് നമുക്ക് ആ ഒന്നാമത്തെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, 4 ഓമിലെ വോൾട്ടേജ് ഡ്രോപ്പ് കുറയ്ക്കണം. 12 4 ഓമിലെ വോൾട്ടേജ് ഡ്രോപ്പ് 4 ഓമിലെ വോൾട്ടേജ് ഡ്രോപ്പ് 4 × 3/2 ആണ്, 6 വോൾട്ടാണ്. അപ്പോൾ 12 6 കുറയ്ക്കുമ്പോൾ 6 വോൾട്ട് കിട്ടും. Drop across 3 ohm, VR2, I into 3, that is 3/2 into 3 equal to 4.5. VC, C voltage 12 - 6 plus 9.5, 1.5 volt. Drop across R3, VR3 is equal to 1 into 3/2, that is 1/1.5 volt. VD 0, VD ഗ്രൗണ്ടാണ്, അപ്പോൾ VD 0 ആയിരിക്കും. In the circuit shown below, find the values of R1 and R2 if the upper voltage across load resistance is resistance of 1K is to be 12 volt, the maximum current which the battery can supply is 60 milliampere. Look here, the circuit is shown. The circuit is shown below. Find the values of R1 and R2 if the upper voltage across load resistance of 1K is to be 20 volt. 20 volt, the maximum current which the battery can supply is 60 milliampere. So 60 milliampere current is shown the top. ഇവിടെ നമ്മൾ 2 സെറ്റ് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ആ ചുവപ്പ് പക്ഷിയായിരുന്നു, അത് നോട്ട് ചെയ്യേണ്ട. 60 വോൾട്ട് 60 milliampere ഒക്കെ നോക്കുക, R1 R2. പിന്നെ അവസാനത്തെ 1K, അവിടെ 2K റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതും ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടാണ്. നമുക്കത് നോക്കാം. R1 R2 2 റെസിസ്റ്റേഴ്സ്, പിന്നെ ഇവിടെ R2 അക്രോസ് ആയിട്ട് ഒരു 1K കൊടുത്തിട്ടുണ്ട്. So we find VR2 ആണ് കാണുന്നത്. R2-ലെ വോൾട്ടേജിൽ 1K-ലെ വോൾട്ടേജ് ആയിരിക്കും, കാരണം അവർ രണ്ട് പാരലാണ്. R2-ലെ വോൾട്ടേജ് റൈറ്റിലെ 1K-ലെ വോൾട്ടേജാണ്, അത് രണ്ട് പാരലായതുകൊണ്ട്. അപ്പോൾ അത് തന്നിരിക്കുന്നത്, അവിടെ തന്നിരിക്കുന്നത് 20 വോൾട്ടാണ് തന്നിരിക്കുന്നത്, 20 വോൾട്ട്. ഫോർ കറണ്ട് ത്രൂ 1K V/I 20/1 20 milliampere. Therefore കറണ്ട് ത്രൂ R2, മൊത്തം കറണ്ട് വരുന്നത് 60 ആണ്. അത് 20 ആ സൈഡിലുള്ള റൈറ്റിലുള്ള 1K പോയി കഴിഞ്ഞാൽ R2-ലൂടെ ബാക്കി 40 milliampere കടന്നു പോകും. ഇപ്പോൾ 60 - 20 40 milliampere. സോ VR2, R2 വോൾട്ടേജ് 40 × R2, ദാറ്റ് ഈസ് 40 × R2 എത്രയാണ്? 40 × R2. അപ്പോൾ R2 ആണ്ടത് VR2 is equal to, that is written there at the top, 30 ആണ്. 30/60, half KO. Then voltage across R1 voltage, VR1 is equal to 100 minus VR2, that is 100 minus 20. That is 80. 80 is equal to 80 is equal to that value we get 3.33.
in that manner the calculation is coming. That you look. അടുത്ത ഹെഡിങ് ഓപ്പൺസ് ആൻഡ് ഷോർട്ട്സ് ഇൻ എ സീരീസ് സർക്യൂട്ട്. ഓപ്പൺസ് ആൻഡ് ഷോർട്ട്സ് ഇൻ എ സീരീസ് സർക്യൂട്ട്. ഈ സർക്യൂട്ടുകളിൽ ഈ ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ എന്ന് പറഞ്ഞാൽ അതൊരു ഓപ്പൺ കീ ആണ്, തുറന്നു വെച്ചിരിക്കുന്നത്. അത്തരം സർക്യൂട്ടിൽ കറണ്ട് പാസ് ചെയ്യത്തില്ല, കറണ്ട് കടന്നു പോകില്ല. ഷോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ടക്ടറിട്ട് പിടിപ്പിക്കുക എന്നുള്ളതാണ്. കറണ്ട് പാസ് ചെയ്യും, ഷോർട്ട് വോൾട്ടേജ് 0 ആവും. ഓപ്പൺ എന്ന് പറഞ്ഞാൽ കറണ്ട് 0 ആവും. അപ്പോൾ കറണ്ട് 0 ഉള്ള സ്ഥലത്തെ ഒരു ബ്രേക്ക്, അതിന് വിളിക്കുന്ന പേരാണ് സർക്യൂട്ട് ബ്രേക്ക്. അതിന് ഓപ്പൺ എന്ന് പറയും. കറണ്ട് മാക്സിമം എടുക്കുക അല്ലെങ്കിൽ വോൾട്ടേജ് 0 ആകുന്ന സ്ഥലത്തെ നമ്മൾ ഷോർട്ട് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു ഓപ്പണും ഷോർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊരു പടം വരച്ചിരിക്കുകയാണ്. എ ഫിഗർ ഈസ് ഡോൺ ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് കോൾഡ് ഓപ്പൺ ആൻഡ് ഷോർട്ട്. എ ബാറ്ററി ഈസ് ഗിവൺ R1 and R2 are two series resistors and a gap is given and gap is called open. When open is kept as such, no current flows. ആ ഓപ്പൺ ഇങ്ങനെ തുറന്നിരിക്കുകയാണെങ്കിൽ ഒരു കറണ്ടും ഈ സർക്യൂട്ടിൽ ഒഴുകില്ല. ഫോർ ആൻ ഓപ്പൺ there is no current. For an open circuit there is no current in the circuit. As there is no voltage drop across R1 and R2. അപ്പോൾ തുറന്നിരുന്നാൽ കറണ്ട് ഒഴുകത്തില്ല. R1 R2ലും വോൾട്ടേജ് ഡ്രോപ്പ് 0 ആയിരിക്കും. Whole of the applied voltage would be felt across the open. മൊത്തം വോൾട്ടേജും ആ ഓപ്പണിൽ നമുക്ക് അനുഭവപ്പെടും. ഷോർട്ട്. എ ഷോർട്ട് ഹാസ് പ്രാക്ടിക്കലി 0 റെസിസ്റ്റൻസ്. ഷോർട്ട് 0 റെസിസ്റ്റൻസ് ആണ്. ചിലത് ഒരു കണ്ടക്ടറാണ്. ഹെൻസ് ഇറ്റ് കോസസ് ദി പ്രോബ്ലം ഓഫ് എക്സസീവ് കറണ്ട്. ഇപ്പോൾ ഷോർട്ടാണെങ്കിൽ റെസിസ്റ്റൻസ് ഇല്ല, മാക്സിമം കറണ്ട് ഒഴുകും. അപ്പോൾ എക്സസീവ് കറണ്ട് ഒഴുകുക എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഈ ഷോർട്ടിനുണ്ട്. ഒരു ബാറ്ററി ഷോർട്ട് ചെയ്താൽ പെട്ടെന്നത് ഫ്യൂസാകും, കാരണം ബാറ്ററിയുടെ കറണ്ടെല്ലാം ഒഴുകി പോകും. പ്രോബ്ലം ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് 3 resistors are connected in series. Find the current in the circuit. If the 3 ohm is shorted, find the current, new current. Find the new current. അപ്പോൾ 3 റെസിസ്റ്റൻസ് 1, 2, 3 എക്കും ബിക്കും ഇടയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഒരു 12 വോൾട്ട് ബാറ്ററി ഉണ്ട്. IS V by R, total resistance is 6 ohm. 1 plus 2 plus 3 is 6 ohm. So V by R, I is equal to 2 ampere. 3 ohm short here. 3 ohm short ചെയ്താൽ പിന്നെ 3 ohm ഇല്ല. ടോട്ടൽ റെസിസ്റ്റൻസ് 3 ആയിട്ട് മാറും, 1 plus 2. അപ്പോൾ സർക്യൂട്ട് ഇങ്ങനെ ഷോർട്ട് പിടിപ്പിച്ചാൽ ആ അവസാനത്തെ 3 ohm എഫക്റ്റ് ഇല്ല. റെസിസ്റ്റൻസ് 1 plus 2 3 ആയിട്ട് മാറും. Therefore the total resistance is 1 plus 2 3 ohm. Current I by R, that is I is 12 by 3, that is 4 ampere. ഇനി അടുത്ത ലോസ് ഓഫ് പാരലൽ സർക്യൂട്ട്. ഈ പാരലൽ സർക്യൂട്ടിൻ്റെ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാരലൽ സർക്യൂട്ട് resistors in parallel or reciprocal resistance formula. അപ്പോൾ 3 റെസിസ്റ്റൻസ് പാരലായിട്ട് പിടിപ്പിച്ചാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ് സീരീസ് ആൻഡ് പാരലൽ. അതിനൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്. 3 റെസിസ്റ്റൻസ് R1, R2, R3 അവ പാരലൽ കൊടുത്തിരിക്കുകയാണ്. എ ആൻഡ് ബിക്ക് ഇടയ്ക്ക് 3 റെസിസ്റ്റൻസ് R1, R2 and R3 connected in parallel between A and B. Then they are called parallel resistors. And here we can see the law of parallel resistors. You know what is the law of parallel resistors? 1 by R is 1 by R1 plus 1 by R2 plus 1 by R3. When 3 resistors are connected in parallel, the effective resistance is given by R. In the relation 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. 3 resistors R1, R2, R3 പാരലൽ ആണെങ്കിൽ അവിടെ എഫക്റ്റീവ് വാല്യൂ R ആണെങ്കിൽ ഈ R കാണുന്ന ഫോർമുല പാരലൽ റെസിസ്റ്റേഴ്സ് 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. അപ്പോൾ ഈ ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് പാരലൽ റെസിസ്റ്റേഴ്സ്. കൺസിഡർ 3 resistors connected in parallel and
and then a common potential V. We applied current I divides into 3, I is equal to I1 plus I2 plus I3. പാരലാകുമ്പോൾ മൂന്നിനകത്തും വ്യത്യസ്തമായ കറണ്ടാണ് ഒഴുകുന്നത്. R1 I1, R2 I2, R3 I3. അപ്പോൾ നമ്മൾ പറയും I is I1 plus I2 plus I3. Total current I is V by R. V by R, I1 is V by R1, I2 is V by R2, I3 is V by R3. നമ്മൾ പഠിച്ചതാണ്. അത് എല്ലാം മുകളിൽ കൊടുക്കുമ്പോൾ V by R is V by R1 plus V by R2 plus V by R3. We will cancel. 1 by R is 1 by R1 plus 1 by R equal to 1 by R1 plus 1 by R2 plus 1 by R3. If R1 is R2 is R3 and each equal to small r, then the above equation becomes 1 by R is 1 by small r plus 1 by small r plus 1 by small r. 3 by R, capital R is R by 3. For n resistors in parallel, the equivalent resistance capital R is small r by n. ഇനി ഒരു പ്രോബ്ലമാണ്, സിമ്പിൾ പ്രോബ്ലം. കാൽക്കുലേറ്റ് ദി ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് പാരലൽ കോമ്പിനേഷൻ ഗിവൺ ബിലോ. ഇക്വലന്റ് റെസിസ്റ്റൻസ് ഓഫ് ദി പാരലൽ കോമ്പിനേഷൻ. ഇവിടെ കുറച്ച് ഓമുണ്ട്, 2 ഓം, പിന്നെ ഒരു 500, പിന്നെ ഒരു 1000 ഓം. എല്ലാം പാരലാണ്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇക്വേഷൻ Equation 1 by R is 1 by R1 plus 1 by R2 plus 1 by R3. That is simplify ചെയ്യുമ്പോൾ 1 by 2 plus 1 by 500 plus 1 by 1000 നമുക്ക് R കിട്ടുന്നത് 1.98 ഓം എന്ന് കിട്ടും. That is all with your E5 class. We continue. Thank you very much.